അപ്പോൾ ഞാൻ ഇന്ന് ജലച്ചായ മത്സരം ഉണ്ടല്ലോ, കലോത്സവം, ജില്ലാതല കലോത്സവ മത്സരമാണ്. അപ്പം ജലച്ചായ മത്സരത്തിന് പങ്കെടുക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ഉപയോഗിക്കണം, എന്തൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കണം, എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ ടെക്നിക്കുകളും അങ്ങനത്തെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ കടക്കാം. ഞാനും ജലച്ചായത്തിനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് നിങ്ങൾക്ക് അറിയാമല്ലോ, ബ്രഷ് തന്നെയായിരിക്കും വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടല്ലോ, കളർ ബ്രഷ്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ബ്രഷ് വാങ്ങിക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ ബ്രഷ് വാങ്ങിക്കാം. പക്ഷേ നാച്ചുറൽ ബ്രഷ് വാങ്ങിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ എൻ്റെ ഉണ്ട് ഇതും എൻ്റെ നാച്ചുറൽ ബ്രഷാണ്. ബാക്കിയുള്ള നോർമൽ ബ്രഷാണ്. ഇത് രണ്ടും എൻ്റെ നാച്ചുറൽ ബ്രഷാണ്. ഇതിൻ്റെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ നല്ല ബ്രഷാണ്, നല്ല ക്വാളിറ്റി ഉണ്ടാവും. ആർട്ടിസ്റ്റുകാർക്കുള്ള ബ്രഷാണ് ഇത് രണ്ടും മതി. ഇങ്ങനത്തെ കുറേ ഇതുപോലത്തെ ടൈപ്പിൻ്റെ എല്ലാം ഇത് ബ്രഷ് ഉണ്ട് ആർട്ടിസ്റ്റ്. അപ്പോൾ ഇത് ആർട്ടിസ്റ്റുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബ്രഷാണ്. അപ്പോൾ നമ്മളിത് സാധാരണ ബ്രഷാകുമ്പോൾ നിങ്ങൾ ചില സമയത്ത് കളറിലിങ്ങനെ എടുത്ത് നിങ്ങൾ കഴുകാൻ സമയമില്ലാത്ത സമയത്ത് വെച്ചു. പക്ഷെ ഇതങ്ങനെ വെച്ചാൽ ഇത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഇതിൻ്റെ പീല് പോലത്തെ സാധനം കണ്ടോ, നല്ല കളർഫുള്ളാണ്. അതുകൊണ്ടാണ് ഇതിന് നാച്ചുറൽ ബ്രഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് അഥവാ കളർ തൊട്ടപാട് തന്നെ വെള്ളത്തിൽ നല്ല മുക്കി കഴുകുക, 2 വെള്ളത്തിൽ. എന്നാലേ നിങ്ങൾക്ക് ഒരു കാലം ഇത് നിലനിർത്താൻ പറ്റും. അത് എന്നുവെച്ചാൽ ഇതും കഴുകണ്ട, ഇതും നല്ലോണം കഴുകണം. കാരണം നമ്മുടെ കളറുകളൊക്കെ കെമിക്കൽ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ കെമിക്കൽ ഈ ബ്രഷിലാവുമ്പോൾ നാച്ചുറൽ ബ്രഷ് വേഗം പോയി പോവും, ഇത് കുറച്ച് കാലം നിൽക്കും, ഇത് വീണ്ടും പോയി പോവും. അപ്പോൾ എനിക്കങ്ങനെ തെറ്റ് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ബ്രഷിൻ്റെ തൂവല് കട്ടിയാണെന്ന് കണ്ടിട്ടില്ല, അത് അതിൻ്റെ കെമിക്കൽ കൊണ്ടാണ്. പിന്നെ നിങ്ങൾ പോക്കാൻ വെച്ചൊന്നും പോക്കാൻ പണിയായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് എൻ്റെ അടുത്ത് എത്ര ബ്രഷുകൾ ഉണ്ട് എന്നാണ്. എൻ്റെ അടുത്തിപ്പോൾ 1 2 3 4 5 6 7 8 ബ്രഷാണ് എൻ്റെ അടുത്തുള്ളത്. 8 ബ്രഷ് ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് കാണാൻ. ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നലെ കണ്ണൂരിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ബ്രഷ് ഉണ്ടായിരുന്നു. ഒന്നിട്ട് ഈ ബ്രഷ് ഞാൻ ഇന്നലെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതും ഞാൻ ഇന്നലെ വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ ലീഫൊക്കെ വരയ്ക്കുന്ന, നമുക്ക് നോക്കേണ്ടത് ബ്രഷൊക്കെ ഉപയോഗിക്കുക, ലീഫൊക്കെ വരയ്ക്കാൻ കുറേ ടൈപ്പ് ബ്രഷസ് ഉണ്ട്, മുള്ള് പോലത്തെ. നമുക്ക് ലീഫെല്ലാം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഇത് തന്നെയാണ്. ഇതിൻ്റെ ഈ തടിയുള്ള ഭാഗം കൊണ്ട് ഇങ്ങനെ ലീഫ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് ലീഫ് വരയ്ക്കാനാണ് ഇത് ഉപയോഗിക്കാമെന്നാണ്. ഈ ബ്രഷിനെ കൊണ്ട് ഉപയോഗമുണ്ട്. ഇനി ഈ ബ്രഷും ഞാൻ ഇന്നലെ വാങ്ങിച്ചത്, ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഇതിനെ കൊണ്ട് കുറേ ഉപയോഗമുണ്ട്. നല്ല പെന്ന് പോലത്തെ ബ്രഷാണ്, 0 ടൈപ്പ് ബ്രഷാണിത്. ഇത് എൻ്റെ ടൈപ്പ് 0 അല്ല, ഞാൻ ഇത്തിരി കൂട്ടി വാങ്ങിച്ചിട്ടുണ്ട്. 2 ആണ്. കുറേ നമ്പേഴ്സ് ഉണ്ട്, ഇത് 2ൻ്റെ നമ്പേർഡാണ്. ഇത് എത്രയാണ്? ഇത് 10ൻ്റെ. എന്നുവെച്ചാൽ ഓരോ വലുപ്പത്തിനനുസരിച്ച് അവർ നമ്പർ കൊടുക്കുക. ഇത് ഇത്തിരിയും കൂടെ വലുതായതുകൊണ്ട് 2 കൊടുക്കുക. 0 എന്ന് വെച്ചാൽ വെറും നീർന്നിട്ട്. അപ്പോൾ എനിക്ക് അത്ര നീർന്നിട്ട് വേണ്ട, കാരണം അത് നിങ്ങൾ വാങ്ങിക്കണ്ട. 2 or 3 വാങ്ങിച്ചാൽ മതി ഇങ്ങനെ തന്നെ. അല്ലെങ്കിൽ 0 നല്ലോണം 0 ആക്കി കളഞ്ഞാൽ അത് നിങ്ങൾ അടിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ നൂല് വേഗം പറഞ്ഞു വരും. അതാണ് ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചത്. ഇതിനെ കൊണ്ടാകുമ്പോൾ നമുക്ക് അടിക്കാൻ വേലിയൊക്കെ ആക്കാനുണ്ടല്ലോ, വേലി. പിന്നെ നമ്മളെ തെങ്ങുണ്ടല്ലോ, അതിൻ്റെ കോലൊക്കെ വരയ്ക്കാൻ ഈ ബ്രഷ് വളരെ നല്ലതാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ലീഫ് വരയ്ക്കാൻ. പിന്നെ ഇതാണ് റൗണ്ട് ബ്രഷ്. ഇതിൻ്റെ സൈസ് വരുന്നത് 12ആണ് സൈസ്. ഇതിൻ്റെ വലുപ്പനുസരിച്ച് ഇതിനെക്കാളും വലുതുണ്ടായിരുന്നു, എനിക്ക് ഇത്ര വലുതേ വേണ്ടു. അപ്പോൾ ഈ ബ്രഷ് നമ്മൾ ഉപയോഗിക്കുക. ഇതിനത്ര വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇത് മരം വരയ്ക്കാൻ ഉപയോഗിക്കും, പിന്നെ ആകാശം വരയ്ക്കാൻ ഉപയോഗിക്കും, അതിനൊക്കെ ഇത് ഉപയോഗിക്കും. ബട്ട് ഇത് നാച്ചുറൽ ബ്രഷാണ്, ഇത് അത്രയും നല്ല സൂക്ഷിക്കണം. ഇത് രണ്ടും ഇത് ഇവിടെ കണ്ടു, ഇങ്ങനെ കാപ്പിയും വൈറ്റും ബ്ലാക്കും കൂടെയുള്ള കളർ ചേർന്ന് ചെയ്യുമ്പോഴുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് നാച്ചുറൽ ബ്രഷാണ്. ബട്ട് ഇത് സാധാരണ നോർമൽ ബ്രഷാണ്. പിന്നെ ഇത് എനിക്ക് മറ്റേ വാട്ടർ കളറിലൂടെ കിട്ടുന്ന ഇതിനെ കൊണ്ട് ഇതിന് അങ്ങനത്തെ പ്രത്യേകതയൊന്നുമില്ല. ഇതിന് നമ്പർ കുഞ്ഞു കുട്ടികളെയാണ്, ഇതും കുഞ്ഞു കുട്ടികളെയാണ്, ഇതും കുഞ്ഞു കുട്ടികളെ തന്നെയാണ്. ഇത് കുഞ്ഞു കുട്ടികളെ, ഇത് കുഞ്ഞു കുട്ടികളെ, ഇത്
ആർട്ടിസ്റ്റുകാർക്ക് പറ്റിയതാണ്. ഇതും ആർട്ടിസ്റ്റുകാർക്ക് പറ്റിയ ബ്രഷാണ്. ഇതിനെക്കൊണ്ടും കുറേ ഉപയോഗമുണ്ട്. ഇങ്ങനെ നമ്മുടെ ആകാശം വരയ്ക്കാൻ ഉപയോഗിക്കും. പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യപ്പെട്ടൊരു ബ്രഷാണ്. ഇതാണ് ഏറ്റവും വലിയ ലോങ് ബ്രഷ് എന്ന് പറയും. ഫ്ലാറ്റ് ബ്രഷ് എന്ന് നമ്മൾ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പീഡിയയിൽ ഇതിൻ്റെ പേരെല്ലാം പറഞ്ഞാൽ മതി, എനിക്ക് കിട്ടും. അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും, ഗൂഗിളിൽ അടിച്ചാൽ. ഇതാണ് ഏറ്റവും ഫ്ലൈ. ഇതിനെക്കാട്ടും വലുതുണ്ട്. ഞാൻ ഇത്രയും വാങ്ങിച്ചിട്ടുള്ളത്. ഇതെല്ലാം എൻ്റെ കയ്യിൽ മുന്നേ ഉള്ളതാണ്. പെയിൻറ്റെല്ലായിട്ട് കൊളായിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കൊണ്ട് നമുക്ക് ആകാശം എല്ലാം വരയ്ക്കാൻ പറ്റും. പക്ഷേ ചെറിയ ചെറിയ ഓല അതൊന്നും ഇതിനെ കൊണ്ട് വരയ്ക്കാൻ പറ്റില്ല, തെറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ 8 ബ്രഷാണ് ഉള്ളത്. അപ്പം ബ്രഷിൻ്റെ കാര്യത്തിൽ സംശയം ഇനി ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നതാണ്, നമ്മളിപ്പോൾ ഒരു കൊപ്പയിൽ ബ്രഷ് ഇങ്ങനെ മുക്കി, ഞാൻ കാണിച്ചു തരേ. നമുക്ക് ആ ബ്രഷ് എടുക്കില്ല, പുതിയതാണ്. ഇങ്ങനെ മുക്കി എന്നിട്ട് നമുക്കൊരു വാട്ടർ കളർ എടുക്കാം. നിങ്ങൾക്ക് പലവർക്കും ഉണ്ടാകുന്നൊരു സംശയം തന്നെയാണത്. ഞാനിപ്പോൾ പുതിയ വാട്ടർ കളറിൻ്റെ എടുത്തത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പം ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ബ്രഷ് നല്ല മുക്കി, എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ ഇതിനകത്ത് നമ്മൾ ഈ ബ്രഷ് ഇങ്ങനെ കുത്തി, എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ അടിക്കുക. അടിക്കാമെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ചെയ്തു ഞാൻ അടിച്ചില്ല, ഞാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ഈ കളർ കഴിഞ്ഞു, മത്സരം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ കുത്തും. എന്നിട്ട് നമുക്ക് വേറെ കളർ അടിക്കേണ്ടത് തോന്നും. വേറെ കളർ എന്ന് വെച്ചാൽ ലൈറ്റ് കളർ ഉണ്ടാവില്ല, മഞ്ഞ, വൈറ്റ്, ഇതൊക്കെ ലൈറ്റ് കളേഴ്സാണ്. ഇത് അടിക്കണമെന്ന് തോന്നി നമുക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒന്നിങ്ങനെ കുത്തി പാട് മഞ്ഞയിലൊക്കെ പോകും. അപ്പം എന്താകും? ഈ ഞാനിപ്പോൾ അടിച്ച റോസ് കട്ടി കേൾക്കുന്നുണ്ടാവും. റോസിൻ്റെ അതുപോലെ മഞ്ഞ വന്നിട്ടുണ്ടേ, ഞാൻ കാണുന്നത്. ആ മഞ്ഞേൻ്റെ ഭംഗിയും ലൈറ്റ് മഞ്ഞെല്ലാം പോകും. അതിന് നമുക്ക് പരിഹാരം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ വെള്ളമാണ്. ഇത് ക്ലീൻ അല്ലാത്ത വെള്ളം. അപ്പോൾ നമ്മൾ റോസ് ഇങ്ങനെ അടിച്ചു, റോസ് അടിച്ചിട്ടില്ല. ഇത് നമ്മൾ ഈ വെള്ളത്തിൽ ഇത് മുക്കി നമ്മൾ മഞ്ഞ വെള്ള എടുക്കും. പക്ഷേ നമുക്ക് മഞ്ഞ എടുക്കാം. മഞ്ഞ ലൈറ്റ് കളറാണ്, വെള്ള ലൈറ്റ്. പക്ഷേ വെള്ള വാട്ടർ കളർ മത്സരത്തിന് വെള്ളയും കറുപ്പും ഉപയോഗിക്കരുതെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ വെള്ളയും കറുപ്പും വാട്ടർ കളർ മത്സരത്തിന് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഒന്നിന് മുക്കി. അപ്പോൾ നമ്മൾ മഞ്ഞ അടിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അംശങ്ങൾ ഈ ബ്രഷിനുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു നല്ല ക്ലീനുള്ള വെള്ളം എടുക്കും. ഇതിനകത്ത് നല്ലോണം ഒപ്പിയെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നല്ല വെള്ളത്തിലങ്ങ് മുക്കും. എന്താ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കളേഴ്സും ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് മഞ്ഞയിൽ മുക്കിയാൽ അടിക്കാം. മഞ്ഞ വേണ്ട, ഞാൻ വെള്ളം എടുത്ത് വെറുതെ കാണിച്ചു തരാം. നമുക്ക് ധൈര്യമായിട്ട് ആ മുക്കിയാൽ അടിക്കാം. കൈമ കാണിച്ചു തരാം. ഇതിനകത്ത് അടിച്ച കാണില്ല, നല്ല പുവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ബ്രഷ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ നാച്ചുറൽ ബ്രഷസ് നമ്മൾ ഒരു കളറിൽ മുക്കി കഴിഞ്ഞാൽ ക്ലീൻ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ മുക്കി വെക്കണം, പുറത്തെടുത്ത് വെക്കരുത്, എന്നാലത് ഉണങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ കളർ അടിച്ചതിന് നല്ലോണം സോപ്പ് തന്നെ വെക്കണം, എന്നാലും നാച്ചുറൽ ബ്രഷ് നിലനിർത്തും. അല്ലെങ്കിൽ ഒരു ദിവസമേ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനുണ്ടാവും. പക്ഷേ ഇത് പിന്നെ സാധാരണ ബ്രഷായതുകൊണ്ട് കുഴപ്പമില്ല. ഈ കാര്യത്തിൽ ഇനി ആർക്കും സംശയമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ബ്ലാക്കും വൈറ്റും കളറ് നമ്മൾ വാട്ടർ കളർ മത്സരത്തിന് ഉപയോഗിക്കരുത്. കാരണം വൈറ്റിനെ കൂടെ നമുക്ക് ഒരു ഗുണവുമില്ല. കാരണം നമ്മൾ വരയ്ക്കുന്ന പേപ്പർ വൈറ്റ് ആയിരിക്കും, വൃത്തിയ പേപ്പർ വൈറ്റ് ആണല്ലോ. അപ്പം വൈറ്റ് അടിച്ച ഒരു ഗുണവും ഉണ്ടാവില്ല, പിന്നെ വൃത്തിയും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ബ്ലാക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ അവർ കൂടുതൽ നോക്കുക നല്ല ഹൈലൈറ്റ് ഉള്ള കളറാണ്. എന്ന് വെച്ചാൽ യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, ഇതൊക്കെ ബ്ലാക്ക് നമ്മൾ പലതിലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ വാട്ടർ കളർ മത്സരത്തിന് ബ്ലാക്ക് ആരും അങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പം ബ്ലാക്ക് അന്നാലൊക്കെ അവർ മാർക്ക് കുറയ്ക്കും. പിന്നെ നമുക്ക്
വേണ്ടത് വൃത്തി. അടിച്ചതിപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ കളർ മുഖത്തിന് അടിക്കുന്നുണ്ടെങ്കിൽ സ്കിൻ കളർ ആയിരിക്കും അടിക്കുന്നുണ്ടാകും. അപ്പോൾ ആ കളറ് പച്ചയൊന്നും നല്ല വൃത്തിയിലടിക്കണം. അതിനാണ് അങ്ങനത്തെ പണിക്കാരത്തിനൊക്കെ നമുക്ക് അനുയോജ്യമായ ബ്രഷ് മറ്റൊരു ഇതുണ്ടല്ലോ, 0 ടൈപ്പ് ബ്രഷാണ് നമുക്ക് നല്ലത്. കാരണം ഇതിങ്ങനെ തെറ്റാണ്ട് പോകും. ഇത് നമ്മൾ നല്ല ശ്രദ്ധിക്കണം ഈ ബ്രഷ്. കാരണം നാച്ചുറലാണ്, നാച്ചുറൽ അല്ലാണ്ട് കിട്ടും. നാച്ചുറൽ വാങ്ങിക്കാനില്ല, ഞാൻ അറിയാണ്ട് നാച്ചുറൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കാണിക്കണേ മാത്രമാണ് നാച്ചുറൽ ഉപയോഗിക്കരുതെന്ന്. ഈ കളർ ഇങ്ങനെ അടിച്ചാൽ മതി. അല്ലാണ്ട് ഇങ്ങനത്തെ ഇത്ര വലിപ്പനെ കൊണ്ടൊന്നും അടിക്കരുത് കേട്ടോ. ഇതിനെ കൊണ്ട് അതുകൊണ്ടാണ് 0 ടൈപ്പ് ബ്രഷ് ഏറ്റവും പ്രധാനം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ 0 ടൈപ്പ് ബ്രഷിന് കുറേ ഉപയോഗമുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടൊരു സാധനമാണ് ഈ സാധനം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആർട്ടിസ്റ്റ് കാലത്തൊക്കെ കാണുന്നൊരു സാധനമാണ് ഇത്. ഇതിൻ്റെ കമ്പനി ഞാനിപ്പോൾ വാങ്ങിച്ച ഫാബർ കാസ്റ്റലാണ്. 12 ഷെയ്ഡ്സിലുള്ള വാട്ടർ കളേഴ്സ് ഇതിനകത്തുണ്ടാവും. നല്ല ക്വാളിറ്റിയാണ്. നമ്മുടെ ഐഫോൺ പൊതിഞ്ഞ പോലെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഞാൻ ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇത്തിരി വലുതായിരുന്നു. അതിപ്പോൾ തീർന്നു. ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കാൻ മാത്രമല്ല, പിന്നെ എനിക്ക് ഉപയോഗിക്കാൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒന്നിൽ 5 മില്ലിയേറ്റാണ് ഉണ്ടാവുക. അതെ, 5 മില്ലിയേറ്റാണ് ഒന്നിലുണ്ടാവുക. 5-9 മില്ലിയേറ്റാണ് ഇതിൻ്റെ അകത്ത് ഒന്നിലുണ്ടാവുക. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യേ. അപ്പോൾ ഇതിനോട് നമുക്ക് പിഗ്മെൻറ്റ് പെന്നും കിട്ടും. പിന്നെ നമ്മളെ കളറൊക്കെ മിക്സാക്കുന്ന സാധനത്തിൻ്റെ പേര് എനിക്ക് അറിയില്ലേ. ആ സാധനം കളറൊക്കെ മിക്സാക്കുന്ന ബോർഡുണ്ടല്ലോ, കളർ മിക്സ് ബോർഡാണ് എന്തോ പേരുണ്ട്, അതും നമുക്ക് കിട്ടും. നമുക്കത് അൺബോക്സ് ചെയ്യാം. നല്ല പാക്കിംഗ് ഒക്കെയാണ്. ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് 350 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾ ആർട്ടിസ്റ്റുകാർക്കൊക്കെ പറ്റിയ ഏറ്റവും നല്ല കമ്പനി ക്യാമലാണ്. ഇത് സെക്കൻഡാണ്. അപ്പോൾ ക്യാമലിൻ്റെ വില അവർ പറഞ്ഞത് 490 ആണ്. അപ്പോൾ നമുക്ക് അപ്പം ഞാൻ വെറുതെ തുറന്നതിലൊന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ ഉണ്ട്. 490 കുറേ ഇതാക്കണം തോന്നുന്നു. എന്നാൽ 490 ഫ്രീ ഒന്നുമില്ല, പെന്നും അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇതെന്നെ വാങ്ങിക്കാം. ഇതിനുള്ള ഇൻസ്ട്രുമെൻ്റ് ബുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ കണ്ണൂർ നമ്മുടെ ദൂരെയെല്ലാം ടൗണിലെല്ലാം കിട്ടുന്ന സാധനം തന്നെയാണ്. പിഗ്മെൻറ്റ് പെന്ന് കിട്ടി, നല്ലൊരു ജെൽ പെന്നെല്ലാം നമുക്ക് കിട്ടും. മഷീലൊന്നും വിചാരിക്കണം, മഷീലുണ്ട്. പിന്നെ ഇതിനുള്ളിൽ ഇങ്ങനെ പുറത്തുനിന്ന് പോകേണ്ടപ്പോൾ കാർബോൺ തന്നിട്ടുണ്ട്. ഇതാണ് കളേഴ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും യൂട്യൂബ് വീഡിയോസിൻ്റെ കയ്യിലെല്ലാം, ആർട്ടിസ്റ്റുകാരുടെ കയ്യിലെല്ലാം എപ്പോഴും ഉണ്ടാകുന്ന കളറാണ്. ഇതിൻ്റെ പാക്കിങ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെയാണ് വെച്ചിട്ട് നല്ല പാക്കിങ് തന്നെ. അപ്പോൾ ഇതിങ്ങനെ തുറക്കാം. നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റ് അത് തന്നെ. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഇത് ലിക്വിഡ് പുറത്ത് വരുന്നത് പേടിക്കണ്ട. ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് റാപ്പെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഓട്ടയാക്കിയിട്ട് എടുത്താൽ മതി. അത് നിങ്ങൾ ഫുള്ളും കൊടുക്കരുത്. നിങ്ങൾ പെട്ടെന്ന് ഇത്തിരി എടുക്കാൻ നമുക്ക് ഫുള്ളും ഒന്ന് വരും. അതായത് എത്ര മില്ലിയ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരേ. 9 മില്ലിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. 9 മില്ലി കൂടുതൽ തന്നെയാണ്, അത്ര വേഗം കഴിയില്ല. നിങ്ങൾ ഇതെന്ന് വെച്ചാൽ ഓയിലി കളറാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന കലോത്സവത്തിന് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇല്ലാതെ നിങ്ങൾ ഇത്തിരി വെള്ളം കൂട്ടണം, എന്നാലേ ഇത് മതിയേക്കാവും, അല്ലെങ്കിൽ കട്ടി പോലെയാവും. നിങ്ങൾക്ക് ലൈറ്റൊക്കെ അടിക്കണമെങ്കിൽ ലൈറ്റ് അടിക്കാവും ചെയ്യാവും. കട്ടി അടിച്ചാൽ അവർ മാർക്ക് കുറയും, എന്നാലും ഭംഗിയുണ്ടാവില്ല. ലൈറ്റ് അടിച്ചാലേ അതിൻ്റെ ഭംഗി കിട്ടും. ഇത് നമ്മളെ മറ്റേ ബോർഡ് ഉണ്ടല്ലോ, മിക്സാക്കുന്ന കളറൊക്കെ മിക്സാക്കുന്ന ആ ബോർഡ് നമുക്ക് പറഞ്ഞുതരാം. നല്ല ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാക്കി വരും 350 ഇട്ടത്. ഇപ്പോൾ കുറേ കളേഴ്സ്, സ്കിൻ കളറ്, ലൈറ്റ് ബ്ലാക്ക്, ലൈറ്റ് ബ്രൗൺ, ഒക്കെയോ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മറന്നു പോകുന്നത് ഈ ബ്ലാക്കും ഈ വൈറ്റും നമ്മൾ ഉപയോഗിക്കരുത്. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. അതിങ്ങൾ ചെയ്യരുതെന്ന് ആരും പറയില്ല, പക്ഷെ അത് അവരെ നിങ്ങൾ കാണാണ്ട് അവർ മാർക്ക് കുറയ്ക്കും. പിന്നെ നമ്മുടെ സാധനം കിട്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആർട്ടിസ്റ്റുകാരുടെ കയ്യിലൊക്കെ ഇങ്ങനെ. ഇപ്പോൾ ഒരു കളർ നമ്മൾ ഇങ്ങനെ എടുത്താക്കി, ഒരു കളർ ഇതിനകത്ത് ഇങ്ങനെ ആക്കി, ഞാൻ വെറുതെ എക്സാമ്പിൾ കാണിച്ചു തന്നെയാണ്. ഇങ്ങനെ ആക്കി നമ്മൾ ഇതിങ്ങനെ മിക്സാക്കി, ഇത്തിരി വെള്ളം ഒഴിക്കണേ. വെള്ളം മിക്സാക്കി ഇങ്ങനെ എടുത്തു.
നിങ്ങൾക്ക് 2 കളറായിട്ട് മിക്സ് ആക്കാമെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒന്നാക്കി ഇവിടെ ഒന്നാക്കി എനിക്ക് 2 കൂടെ എടുത്ത് ഇവിടെ മിക്സ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു കള്ളിയിൽ 2 കള്ളിയായിട്ടാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2 കൂടെ എടുത്തിട്ട് 2 കൂടെ മിക്സ് ആക്കുക. സിമ്പിൾ. അപ്പോൾ ഈ സാധനം നിങ്ങൾ വാങ്ങിക്കാൻ മറക്കണ്ട, നല്ലൊരു സാധനം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആക്കാനൊന്നും പറ്റില്ല. മിക്സാക്കി അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വലിയ സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ കൊണ്ടുപോകേണ്ടി വരും. വേണമെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റും കൊണ്ടുപോയാൽ മതി കേട്ടോ. ഇതെന്നെ വാങ്ങിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അഥവാ തപ്പി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണ്ട. കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചിട്ടുള്ളൂ. നല്ലൊരു സാധനം തന്നെയാണ്. ഞാനിത് മുന്നേ ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും വലിയ സെറ്റപ്പൊന്നും ഇല്ലായിരുന്നു. ഇതിലൂടെ ഇപ്പം പെന്നൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് പെന്നില്ലാതെ തന്നെ വെക്കായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ബുക്കൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാനെന്ന് അഥവാ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ബുക്കിൽ നോക്കിയാൽ മതി. ഈ ബുക്ക് കളയാതെ എന്തെങ്കിലും ആവശ്യം വന്ന പ്രയോഗമാണ്. ഫോണ് പോലെ തന്നെ. കാരണം നിങ്ങൾ കളയേ ചെയ്യരുത്. ബുക്ക് വളരെ അത്യാവശ്യമാണ്. സാധാരണ ചാടുന്ന പോലെ ചാടുന്നത്. കാരണം എന്തെങ്കിലും ഈ കളറിന് അറിയില്ലെങ്കിലോ ആദ്യമായിട്ട് വായിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയില്ലെങ്കിലോ അങ്ങനെയൊക്കെ അറിയാണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അപ്പോൾ നമുക്ക് ആർട്ടിസ്റ്റുകാർക്കൊക്കെ കൂടുതലും ഉപയോഗിക്കാൻ പറ്റിയ കളറ് ക്യാമലാണ്. ബട്ട് ആദ്യമായിട്ട് ചിത്രം വരയ്ക്കുക ഞാനല്ലേ, ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ്. എന്ന് വെച്ചാൽ കളയില്ല. അപ്പോൾ ആർട്ടിസ്റ്റുകാർക്കൊക്കെ നല്ല ചിത്ര ശൈലി എക്സ്പേർട്ടായ ആൾക്കാരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കളർ. ആർട്ടിസ്റ്റുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ കളറ് ക്യാമലിൻ്റെ പ്രൊഡക്റ്റാണ്. ബട്ട് ആദ്യമായി ചിത്രം വരച്ച് പഠിക്കുന്ന ആൾക്കാർ കുട്ടികൾക്കൊക്കെ അത്ര വലിയ കമ്പനിയൊന്നും വേണം, ചെറിയ കമ്പനിയൊക്കെ മതി. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഫാബർ കാസ്റ്റിൽ ചെറിയ കമ്പനി, ഇത് ആർട്ടിസ്റ്റുകാർക്ക് ഉപയോഗിക്കാൻ സെക്കൻഡ് സ്ഥാനത്തുള്ള കമ്പനിയാണ്. ഫസ്റ്റ് ഉള്ളത് ക്യാമലാണ്. ക്യാമൽ തന്നെയാണ്, നല്ല വൃത്തിയാണ് കിട്ടും. അപ്പോൾ നമുക്ക് അധികം ചെറിയ കുട്ടികൾക്കൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ കളർ മതി, ഇങ്ങനത്തെ കളർ ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ ചെറുതെല്ലാം കിട്ടും. ഇതിപ്പത്തി വലിയ ചിത്രം വരയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കളറാണ്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് എടുത്തോ. കലോത്സവത്തിന് പോകുമ്പോൾ ഈ കളർ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അഥവാ ആ കളർ തീർന്നാലോ, എപ്പം വേണ്ടി സംഭവിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ നല്ലതാണ്. ഇതിനകത്ത് കുറേ കളേഴ്സ് ഉണ്ട്. 1 2 3 4 5 6 7 8 18 കളേഴ്സ് ഇതിനകത്തുണ്ട്. ഇതൊക്കെ വേണം എടുക്കാം. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അത്രയും നമ്മൾ വിചാരിച്ച പോലെ അത് കിട്ടില്ല. അപ്പം നിങ്ങൾ ഈ കളർ എടുത്തോ കേട്ടോ. ഈ കളർ അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ചെയ്യാൻ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ള കളർ എന്ന് വെച്ചാൽ ഫാബർ കാസ്റ്റിൽ ക്യാമൽ ഇതൊന്നുമല്ല, ചെറിയ ചില പ്രൊഡക്ട്സിൻ്റെ കളേഴ്സ് നമുക്ക് കിട്ടും. അങ്ങനത്തെ കളേഴ്സാണ് നമുക്ക് ഇങ്ങനെ ചെറിയ വർക്കൊക്കെ ചെയ്യാൻ ഉപകാരപ്പെടും. പിന്നെ നമ്മുടെ ബ്രഷസിൻ്റെ ടൈപ്പിനെ പറ്റി ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അടിച്ചാൽ കിട്ടുന്നൊരു സാധനം തന്നെയാണ്. പിന്നെ നിങ്ങൾ എല്ലാവരുടെയും കയ്യിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കൂടുതൽ കുട്ടികളുടെ കയ്യിലും എളുപ്പവും ഉള്ളൊരു കളറാണ്, എളുപ്പമായിട്ട് അടിക്കാൻ പറ്റിയ കളറാണ് ഫാബ്രിക് കളർ. അപ്പോൾ ഈ കളറ് നിങ്ങൾ കലോത്സവത്തിന് ഉപയോഗിക്കണമെന്നാണ് വന്നിട്ടുള്ളത്. ഈ കളർ നിങ്ങൾ ഒരിക്കലും കലോത്സവത്തിന് ഉപയോഗിക്കണം. എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് തെറ്റാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ ഇതെന്താ കളർ തന്നെയല്ലേ. ബട്ട് അവരെത്രത്തോളം നമ്മൾ കഠിനാധ്വാനം ചെയ്തതെന്നാണ് നോക്കുക. എന്ന് വെച്ചാൽ ഇതിനിപ്പോൾ എന്താ കഠിനാധ്വാനമുള്ള, നേരെ എടുക്കുക അടിക്കുക, അതല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് വെള്ളം കൂട്ടി അടിച്ചാൽ അവർക്ക് വേഗം മനസ്സിലാവും ഫാബ്രിക് കളറാണ്. അവർ നമ്മൾ ചോദിക്കും ഏത് കളർ എടുത്താണ് അടിച്ചത്. അപ്പം വിഷയം ആടുന്ന് തരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ബീച്ച് ഗ്രാമം, ഒരു പുഴയോരത്തെ വീട്, പട്ടം പറ്റുന്ന കുട്ടി, ഇതൊക്കെയാണ് കഴിഞ്ഞ കൊല്ലത്തെ വിഷയമായിരുന്നു. യൂട്യൂബിലൊക്കെ അടിച്ചാൽ കിട്ടും. തിരച്ചായ വിഷയം കഴിഞ്ഞ കൊല്ലം 2024 കഴിഞ്ഞ കൊല്ലം ഇതായിരുന്നു വിഷയം. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലോണം പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും കാണാം. തെറ്റാ.